പ്രതിപക്ഷ നേതാവ് ശ്രീ സതീശൻ ഇന്നലെ പറഞ്ഞത് ശശി തരൂർ പൂർണ്ണമായിട്ടും ഇനി കോൺഗ്രസിൻ്റെ പടയാളിയായിട്ടല്ല രംഗത്തുണ്ടാകുന്നതാണ്. ഇലക്ഷൻ ക്യാമ്പയിനിൽ, പ്രചരണ ജാഥയിൽ, മാനിഫെസ്റ്റോ കമ്മിറ്റിയിലെല്ലാം ഉള്ള അദ്ദേഹത്തിൻ്റെ പങ്കിനെപ്പറ്റി വാചാലമായി ആവേശപൂർവ്വം അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷേ ഇന്നലെയും ഞാൻ പ്രസ്താവന വായിച്ചു ഈ പറയുന്ന ശശി തരൂരിൻ്റെതായി. ശശി തരൂർ പറഞ്ഞത് എന്താ? അദ്ദേഹം BJP ഗവൺമെൻറ്റിനെ പിന്താങ്ങുന്നതിനർത്ഥം സർക്കാരിനെ പിന്താങ്ങുന്നുവെന്നാണ്, ഇന്ത്യയെ പിന്താങ്ങുന്നുവെന്നാണ്. മോദിക്ക് അനുകൂലമായി, BJPക്ക് അനുകൂലമായി എല്ലാം പറയുന്ന ഓരോ പ്രസ്താവനയും തരൂർ പറയുന്നു അത് ഇന്ത്യക്ക് അനുകൂലമാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? BJP സമം ഇന്ത്യ എന്ന രാഷ്ട്രീയമാണോ പറയാൻ ശ്രമിക്കുന്നത്? അത് പറയേണ്ടത് ശശി തരൂരാണ്, പറയേണ്ടത് കോൺഗ്രസ് പാർട്ടിയാണ്. ഒരു വർക്കിംഗ് കമ്മിറ്റി അംഗം തരം കിട്ടുമ്പോഴെല്ലാം മാറി മാറി BJPയെ പുകഴ്ത്തുന്നു, മോദിയെ സ്തുതിക്കുന്നു, അത് ശീലമാക്കി മാറ്റുന്നു, ഒരാഴ്ചയിൽ ഒന്ന് വീതം അത് ചെയ്യുന്നു. സതീശൻ പോയി കണ്ട അന്നും പറഞ്ഞിട്ടുണ്ട് ഈ വർത്താനം. ഈ പ്രശസ്തിയുടെ അർത്ഥം ഇന്ത്യയെ പിന്തുണക്കുന്നു, ഇന്ത്യ സമം BJP എന്നൊരർത്ഥം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ രാഷ്ട്രീയ, അതാണ് കോൺഗ്രസ് രാഷ്ട്രീയം. ഒരു വർക്കിംഗ് കമ്മിറ്റി അങ്ങനെ പറയുമ്പോഴത്തേക്ക് അതേപ്പറ്റി ഒന്നും പറയാനില്ലേ കോൺഗ്രസ്സിന്? ഡൽഹിയിൽ ഖാർഗെയും രാഹുലും സംസാരിച്ചു എന്ന് പറയുന്നു തരൂരുമായി. ഇവിടെ വീട്ടിൽ പോയിട്ട് സതീശനും സംസാരിച്ചത് വായിച്ചു. ഈ കൂടിക്കാഴ്ചയിലൊക്കെ കോൺഗ്രസിനോടുള്ള വിധേയത്വവും ബന്ധവുമാണ് തരൂർ ഉറപ്പിക്കാൻ ശ്രമിച്ചതെന്ന് നമ്മൾ വായിച്ചത് അവരൊക്കെ പറഞ്ഞതായിട്ടാണ്. എൻ്റെ ചോദ്യം ഇതാണ്, തരൂരിൻ്റെ ഈ ഉറപ്പിന് എത്ര മാസത്തെ വാറൻറ്റിയുണ്ട്? വർഷത്തെയല്ല, എത്ര മാസത്തെ വാറൻറ്റിയുണ്ട്? ആഴ്ചക്കാഴ്ചയ്ക്ക് BJP പുകഴ്ത്തൽ ശീലമാക്കി മാറ്റിയ ഈ കോൺഗ്രസ് നേതാവ് ഇപ്പോഴീ പറയുന്ന, കാണിക്കുന്ന പുത്തൻ കോൺഗ്രസ് സ്നേഹത്തിൻ്റെ ആയുസ് എത്ര മാത്രമുണ്ടെന്ന് എല്ലാവരെ പോലെ നമുക്ക് ആശങ്കയുണ്ട്. ഇതേ ശശി തരൂരിനെയാണ് 2 ദിവസം മുമ്പ് CPM-ൽ പോകുന്നതെന്നുള്ള അഭ്യൂഹം ഉണ്ടായ സമയത്ത് സ്വാഗതം ചെയ്തത് CPM സംസ്ഥാന സെക്രട്ടറി. അങ്ങനെ ഒരു രാഷ്ട്രീയമുണ്ടെങ്കിൽ അദ്ദേഹം വ്യക്തമാക്കട്ടെ, ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. നിലപാടുകളിലൊന്നും CPM-നെ പോലൊരു പാർട്ടി ഒരു BJP ചങ്ങാതിയെ സ്വാഗതം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ നിലപാട് മാറ്റിവെച്ചാലേ അത് ചിന്ത ഒതുക്കുന്നുള്ളൂ. അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാം വായിക്കുന്നില്ലേ? കഴിഞ്ഞ ഒരു 1.5 കൊല്ലത്തിനിടയ്ക്ക് മിക്കവാറും എത്ര പ്രാവശ്യം ഒരു രൂപത്തിൽ അല്ലെങ്കിൽ വേറൊരു രൂപത്തിൽ BJPയെ പുകഴ്ത്താൻ അദ്ദേഹം മറന്നു പോയിട്ടില്ല ശശി തരൂർ. ഒന്നുകിൽ BJPയെ പുകഴ്ത്തും, അല്ലെങ്കിൽ BJPയെ പുകഴ്ത്തും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും രൂപത്തിൽ BJPയെ പിന്താങ്ങും. അതൊരു ശീലമാക്കി മാറ്റിയ നേതാവാണ് അദ്ദേഹം. ആ നേതാവ് ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിയുടെ സാധാരണ അംഗമല്ല, വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അതുകൊണ്ട് ഇപ്പോഴും പറയുന്ന കോൺഗ്രസ് സ്നേഹം സതീശൻ്റെതായി നമ്മൾ വായിച്ച പ്രസ്താവന അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുമെന്ന് പറയുന്നു. ആ ഉറപ്പിന് എത്ര ആഴ്ചയുടെ മാസം ഞാൻ ചോദിക്കുന്നില്ല, എത്ര മാസത്തെ വാറൻറ്റി ഉണ്ടെന്ന് അറിയണം. ആ വാറൻറ്റിയെ പറ്റി അറിയാതെ തരൂരിനെ പറ്റി രാഷ്ട്രീയമായിട്ട് ആരും എന്ത് പറഞ്ഞാലും വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. LDFിൻ്റെ യാത്രകളൊക്കെ തുടങ്ങാൻ പോവുകയാണ്. മണ്ഡലം തലത്തിലുള്ള യാത്രകൾ തുടങ്ങിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും മറ്റും എങ്ങനെയാണ്? അതിലേക്ക് LDF കടന്നിട്ടില്ല. LDFിൻ്റെ ലക്ഷ്യം 3-ാം ഊഴം തന്നെയാണ്. ഞങ്ങളിപ്പം എല്ലാ ജില്ലകളിലും നടത്തിയിട്ടുള്ളൊരു വലിയ ക്യാമ്പയിനാണ് ഭവന സന്ദർശനം. എല്ലാ പാർട്ടി കമ്മിറ്റികളും എല്ലാ തലങ്ങളിലും വീടുകളിൽ പോയി സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരം ഒന്നും ഏകപക്ഷീയമായിരുന്നില്ല. സർക്കാരിൻ്റെ പുകഴ്ത്തലല്ലേ ഞങ്ങൾക്കൊക്കെ ശ്രമിച്ചത്. ഞങ്ങൾ ചോദിച്ചത് ഗവൺമെൻറ്റിനെ പറ്റി, LDFിനെ പറ്റി, രാഷ്ട്രീയ അവസ്ഥയെപ്പറ്റി എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചത്. എല്ലാ സ്ഥലങ്ങളിലും പൊതുവെ ഉണ്ടായ ഒരു പ്രതികരണം ഒന്ന് തന്നെയാണ്. ജനങ്ങൾ പൊതുവിൽ LDF സർക്കാരിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ സർക്കാർ 10 കൊല്ലം കഴിഞ്ഞ ഓരോ നല്ല കാര്യങ്ങളെപ്പറ്റിയും അവർ ഏറ്റവും ഗംഭീരമായി തന്നെ പുകഴ്ത്തുന്നുണ്ട്, വാഴ്ത്തുന്നുണ്ട്. ഈ വീട്ടിൽ തന്നെ പറഞ്ഞതെന്താ? 10 കൊല്ലമായിട്ട് ഇവിടെ ഓർക്കട്ടേയില്ല. കോഴിക്കോട് നഗരത്തിലെ ഒരു വീട്ടമ്മ പറഞ്ഞ വാക്കാണിത്. ഓർക്കട്ടേയില്ല, വർഗീയ കലാപങ്ങളില്ല, റോഡുകൾ മെച്ചപ്പെട്ടിരിക്കുന്നു. ഈ അഭിപ്രായം രാഷ്ട്രീയ പ്രഖ്യാപനമല്ലേ? ഇത് മനുഷ്യൻ്റെ പ്രതികരണമാണിത്. ഈ പ്രതികരണം പൊതുവെ എല്ലാ ഭാഗത്തുനിന്നും അവർ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ അവർക്ക് വിമർശനങ്ങളുമുണ്ട്. ഞങ്ങൾ വിമർശനം കാതുപത്തുന്നവരല്ല. ഇടതുപക്ഷം നന്മകൾ പറയുമ്പോൾ എങ്ങനെ സ്വീകരിക്കുന്നുവോ കേൾക്കുന്നുവോ അതേ മനോഭാവത്തോടുകൂടി തന്നെ ഞങ്ങളെപ്പറ്റി വിമർശനം പറഞ്ഞാലും കേൾക്കാൻ കടപ്പെട്ടവരാണ്. അത് കേൾക്കുന്നത് വെറും കേൾക്കാൻ മാത്രമല്ല,
അവയിൽ തിരുത്തേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തുകയും വേണം. ആ തിരുത്താനുള്ള മനസ്സ്, കേൾക്കാനുള്ള മനസ്സ്, അതൊരു ലെഫ്റ്റ് ക്വാളിറ്റിയാണ്, കമ്മ്യൂണിസ്റ്റ് ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി വേണ്ടുവോളമുണ്ട് LDFന്. അതുകൊണ്ട് CPIയും CPMും എല്ലാം നടത്തിയിട്ടുള്ള ഈ സന്ദർശന പരിപാടികൾ, എല്ലാ വീടുകളിലും കയറി നടത്തിയ ഈ കൂടിക്കാഴ്ചകൾ, അത് അങ്ങേയറ്റത്തെ അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. അതിൻ്റെ കൂടി വിളിച്ചിട്ട് പറയാൻ പറ്റും, ജനങ്ങൾ കാത്തിരിക്കുന്നത് മൂന്നാം ഊഴമാണ്. ആ മൂന്നാം ഊഴം കാത്തിരിക്കുന്ന ജനങ്ങളെ ഞങ്ങൾ നിരാശപ്പെടുത്തില്ല. ഞങ്ങൾ അവർക്ക് വേണ്ടി ഇതുവരെ വന്നതുപോലെ തന്നെ കൂടുതൽ തീവ്രമായിട്ടുള്ള അർപ്പണബോധം കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ജാഥകൾ അതിൻ്റെ പ്രഖ്യാപനമായിരിക്കും. ഒന്നാം ജാഥ ഇന്ന് ആരംഭിക്കും. പുതിയ മുഖങ്ങളൊക്കെ കോഴിക്കോട് CPIക്ക് ഉണ്ടാവുമോ? എങ്ങനെ?